ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രിയിലും ഫിഷറീസ് വകുപ്പിന് കീഴിലും ഗവൺമെൻറ് പ്രീമെട്രി ഹോസ്റ്റലിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ആദ്യം സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് കേന്ദ്ര പ്രതിരോധ സേനയിൽ നിന്നും വിരമിച്ച ഓണററി ക്യാപ്റ്റൻ അല്ലെങ്കിൽ ലഫ്റ്റനൻറ്റ് അല്ലെങ്കിൽ സുബേദാർ മേജർ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് സേനയിൽ നിന്നും വിരമിച്ച സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തവരെയും പരിഗണിക്കുന്നതാണ്. ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. അടുത്തത് ഹാർഡ്വെയർ നെറ്റ്വർക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ ഇൻ IT-യും CCNA അല്ലെങ്കിൽ CCNP സർട്ടിഫിക്കേഷനും 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റാണ്. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും ശാരീരിക ക്ഷമതയും പ്രവൃത്തി പരിചയവുമാണ്. കേന്ദ്ര പ്രതിരോധ സേന അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് സേനയിൽ നിന്നും വിരമിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് AC ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത ITI മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC-യും VHSCയിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത ITIയും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. പ്രായം സഹകരണ സംഘം നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കും. കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നവർ നിങ്ങളുടെ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും ഹാജരാക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ രാവിലെ 8:30 മുൻപ് ഇൻ്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 2024 ജൂൺ 6 വ്യാഴാഴ്ച രാവിലെ 9:30 മുതലാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള താനൂർ ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ PET-കം വാർഡൻ കെയർടേക്കർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. പുരുഷന്മാർക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. PET-കം വാർഡൻ തസ്തികയിലേക്ക് ബിരുദവും BPED-ഉമാണ് യോഗ്യത വരുന്നത്. പ്രായപരിധി വരുന്നത് 40-നും 60-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. കെയർടേക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബിരുദവും BED-ഉം 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമായിരിക്കണം. മെയ് 31 വെള്ളിയാഴ്ച രാവിലെ 10:30 പൊന്നാനി ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് അഭിമുഖം നടക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അഴീക്കോട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിലേക്ക് പാലിയേറ്റീവ് നഴ്സിൻ്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. BSc അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ ANM അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സും CCPN പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബയോഡേറ്റ സഹിതമുള്ള അപേക്ഷ ജൂൺ 3 വൈകിട്ട് 4 മണിക്കകം CHC ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പട്ടികജാതി വികസന വകുപ്പിൻ്റെയും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കീഴിൽ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മൂക്കുതല ഗവൺമെൻറ് പ്രീമെട്രി ഹോസ്റ്റലിൽ വാർഡൻ കുക്ക് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. കുക്ക് തസ്തികയിലേക്ക് SSLCയും KGC ഇൻ ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. വാർഡൻ തസ്തികയിലേക്ക് SSLC വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കും തദ്ദേശവാസികൾക്കും മുൻഗണന നൽകും. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 7-നകം പെരുമ്പടപ്പ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.